മീൻ ഏതായിക്കോട്ടെ, അയലയോ മത്തിയോ ഏതോ ആയിക്കോട്ടെ, ഇതുപോലെ മുളകിട്ടിട്ടൊന്ന് ചാറ് വെച്ച് നോക്കും കേട്ടോ. ചാറ് കറി പോലെയാണ് ഇവിടെ ആക്കിയിട്ടുള്ളത്. അധികം കുറുക്കിയിട്ടില്ല, ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് മൺചട്ടി തന്നെ എടുക്കണം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ചെയ്യണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 10 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, അതും നേരിയ രീതിയിലൊന്നും കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് ചെറിയ തീയിൽ മൂത്ത് വരുമ്പം ബാക്കി ഉള്ളതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും അത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഇനി ഒരു തക്കാളിയുടെ പകുതി ഭാഗം ഇതുപോലെ പകുതി ആയിട്ടാണ് കേട്ടോ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അതെല്ലാം ഒരു 2-3 കഷ്ണമൊക്കെ ആക്കിയിട്ട് ഇടാം. ഇത് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ടാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വാടിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയുടെ ആ ഒരു എരിവ് മാത്രമേ ഉള്ളൂ. പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒന്ന് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആ പൊടിയുടെ ആ ഒരു പച്ചമണക്കം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ചട്ടിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ തീയിൽ ചെയ്യണമെന്ന് പറയുന്നത്. പൊടിയൊക്കെ ചേർത്തിട്ടാവുമ്പം പിന്നെ വളരെ നേരിയ രീതിയിലുള്ള തീയിൽ മാത്രം ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മളത് ഒരു പാത്രത്തേക്കിലേക്ക് മാറ്റിയിട്ട് തണിഞ്ഞ ശേഷം അതിൻ്റെ ചൂടൊക്കെ മാറിയ ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയൊന്നും ചതച്ചിട്ടിടാതെ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ചാറുകറി എങ്ങനെയാണ്, ലൂസായിട്ടാണോ ഇഷ്ടം, എങ്ങനെയാണെന്ന് വെച്ചാൽ കുറുകിയിട്ടാണോ ഇഷ്ടം, അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഇത്രയും സമയമായിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് പുളിയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണ്. അതുകൊണ്ട് പുളിവെള്ളം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഏകദേശം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മീനൊക്കെ വരഞ്ഞിട്ടാണ് കേട്ടോ. വരഞ്ഞിട്ടിട്ട് കൊടുക്കുമ്പം അതിലേക്ക് പെട്ടെന്ന് തന്നെ ആ മസാലയൊക്കെ പിടിക്കും. ഇവിടെ തയ്യാറാക്കുന്നത് അയില മീൻ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പം അയിലയൊക്കെ നല്ല ഇതിൽ കിട്ടുന്നുണ്ട്, അത്യാവശ്യം വിലയും ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ മത്തി വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേങ്കിൽ മത്തി കിട്ടിയില്ല, അതുകൊണ്ട് അയില വെച്ചിട്ട് ചെയ്തു. പക്ഷേ ഏത് മീനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴല്ലേ ഇങ്ങനെ വരയുന്നത്, അപ്പോൾ അതുപോലെ വരഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ ഇറങ്ങിച്ചെല്ലും. ഈ ഒരു സമയം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തും മസാല ആകുന്ന രീതിയിൽ. പിന്നെ നന്നായിട്ട് തിള വരുമ്പോൾ പിന്നെ നിങ്ങളത് കുത്തിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ നിൽക്കരുത്, അപ്പോൾ അത് ഉടഞ്ഞു പോവും. നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പം 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് തിളയ്ക്കട്ടെ. അത്യാവശ്യം കുറുകണം എന്നുണ്ടെങ്കിൽ ആദ്യമേ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഒത്തിരി നമ്മൾ കുറുക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് ഒത്തിരി നേരം നമ്മൾ വെക്കുമ്പോൾ അത് മീനൊക്കെ വെന്ത് ഉടഞ്ഞു പോകും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓരോ വീടുകളിലും ഉണ്ടാക്കുന്ന കറികളായാലും എന്ത് കാര്യങ്ങളായാലും പല രീതികളായിരിക്കും അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ.